ലുലു മാളിന്റെ സൈഡിൽ ഒരു അമ്മ മുതുക്ക് ഞണ്ടിനെ വെച്ചോണ്ടിരിക്കുകയായിരുന്നു. കണ്ടപ്പോൾ തന്നെ ഞണ്ടിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് പറയണ പൈസയും കൊടുത്ത് ഞാൻ ഇനി വാങ്ങി. വില കൂടുതലെന്ന് പറഞ്ഞോട്ടെ, വെറൈറ്റി ഞണ്ടായോണ്ട് അങ്ങ് വാങ്ങി. വീട്ടിൽ മീൻ കൊണ്ടുവരുന്നവരാണെങ്കിലും റോഡിൽ നിന്ന് കച്ചവടം ചെയ്യുന്നവരാണെങ്കിലും ഞാൻ വില വെച്ചാൽ പോകാറില്ല. എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ വാങ്ങും. അങ്ങനെ അമ്മേനെ വെട്ടി ക്ലീൻ ചെയ്തതാണ്. വീട്ടിൽ കൊണ്ടുവന്ന് കൊച്ചുള്ളി എടുത്ത് ചോപ്പറിലിട്ട് രണ്ടടി മുതുക്ക് ചട്ടിയിൽ മുതുക്ക് വെളിച്ചെണ്ണ കഴിച്ച് കൊച്ചുള്ളി ഇട്ട് അങ്ങ് തട്ടി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കരിയേപ്പിലും കൂടെ അങ്ങ് വാരിയിട്ട് പിന്നെ നല്ല ചുവന്ന തക്കാളിയും കൂടെ കട്ട് ചെയ്തങ്ങ് ഇട്ടു. അത്യാവശ്യം നല്ലപോലെ വെന്തതിന് ശേഷം പിന്നെ ഉപ്പിടാൻ മറന്നുപോയി. പിന്നെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഇതൊന്നും കോപ്പിയിട്ട് മസാല എല്ലാത്തുണ്ട് അവിടെ ഉള്ള എല്ലാം വാരി അങ്ങ് തട്ടി. എന്നിട്ട് നല്ല കശ അങ്ങോട്ട് പെരട്ടി. പിന്നെ ഇതുപോലെ മഞ്ഞപ്പൊടി ഇട്ട് ആ ഞണ്ടിന്റെ എല്ലാം കൂടെ പറക്കിയിട്ടൊന്ന് വേവിച്ച് കുറച്ച് വെന്തതിന് ശേഷം മസാലയിലോട്ട് അങ്ങ് തട്ടി. തട്ടിയപ്പോൾ അറിഞ്ഞത് ഈ ചട്ടിക്കകത്ത് നിൽക്കൂലെന്ന്. എത്ര നിർത്തിയിട്ട് നിറഞ്ഞു വരണം. പിന്നെ ചട്ടി മാറ്റിയിട്ട് വേറൊരു വലിയ മുതുക്ക് ചട്ടി എടുത്ത് വെച്ച് അതിലാകുമ്പോൾ പിന്നെ എത്ര വേണോ ലോഡ് നിൽക്കും. മസാല മൊത്തം ഈ മുതുക്ക് ഞണ്ടിൽ പിടിക്കണം, അതാണ് ഉദ്ദേശം. പിന്നെ ഇതുപോലെ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് സെറ്റാക്കി എന്റെ ഇഷ്ടത്തിന് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഞണ്ട് കഴിക്കുന്നത്. നല്ല കളർഫുള്ളിലുള്ള യമണ്ട മുതുക്ക് ഞണ്ട്. പണ്ടേ പാചകത്തിൽ ഞാൻ ഒരു സകലകല വല്ലഭനായോണ്ട് കറക്റ്റ് മസാല ചില സ്ഥലങ്ങളിലൊക്കെ എന്നെ ഉപ്പുപോക്കാൻ വിളിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങനത്തെ ഞണ്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. ഒരു ചുമ